CPM നേതാവ് പി ജയരാജൻ വധശ്രമ കേസിലെ പ്രതികൾ കുറ്റവിമുക്തരായത് പ്രോസിക്യൂഷന്റെ വീഴ്ചയാണെന്ന ആരോപണം ശക്തമാകുന്നു. വധശ്രമ കേസിൽ ഉൾപ്പെട്ട RSS പ്രവർത്തകരെ വെറുതെ വിടാനിടയാക്കിയ സാഹചര്യത്തെ അത്യധികം വൈകാരികമായാണ് കണ്ണൂരിലെ CPM പ്രവർത്തകർ ഉൾക്കൊണ്ടിട്ടുള്ളത്. അനിഷ്ട സംഭവവികാസങ്ങൾ ഉണ്ടാകാതെ അണികളെ നിയന്ത്രിക്കാനുള്ള കഠിന ശ്രമമാണ് കണ്ണൂരിലെ CPM നേതാക്കൾ ഇപ്പോൾ നടത്തുന്നത്. 1999 തിരുവോണനാളിൽ പി ജയരാജനെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലാൻ ക്രിമിനലുകൾ ശ്രമിച്ചതാണ് കേസിന് ആധാരമായ സംഭവം. ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് അന്ന് ജയരാജൻ രക്ഷപ്പെട്ടത്. കേരളമാസകലം വലിയ രാഷ്ട്രീയ വിഷയമായി ഇത് CPM ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. ഇപ്പോഴും കണ്ണൂർ കേന്ദ്രീകരിച്ച് നടക്കുന്ന കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ ജയരാജൻ വധശ്രമ കേസ് പരാമർശിക്കപ്പെടാറുമുണ്ട്. എന്നാൽ ഹൈക്കോടതിക്ക് മുമ്പാകെ വ്യക്തമായ തെളിവുകളോ സാക്ഷിമൊഴികളോ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന നിരീക്ഷണമാണ് കോടതി നടത്തിയത്. വിചാരണ കോടതി വിട്ടയച്ച 3 പ്രതികളെയും ശിക്ഷിക്കണമെന്ന സർക്കാർ അപ്പീലും ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. പി ജയരാജന്റെ ഭാര്യ നൽകിയ മൊഴികൾ വിശ്വസനീയമല്ലെന്ന നിലപാടും കോടതി നടത്തി. സംഭവം നടക്കുമ്പോൾ ഭാര്യ അവിടെ ഉണ്ടായിരുന്നുവെന്നും അതിനാലാണ് സാക്ഷിയായതെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അതേസമയം പ്രതികൾ നാടൻ ബോംബെറിയുകയും തുടർന്ന് വാളുകൊണ്ട് വെട്ടി വീഴ്ത്തുകയായിരുന്നുവെന്നും പറയുന്നുണ്ടെങ്കിലും സാക്ഷിയായ ഭാര്യയ്ക്ക് പരിക്കുകൾ സംഭവിച്ചിട്ടില്ലെന്നും 11 വെട്ട് ജയരാജനേറ്റപ്പോഴും ഭാര്യയുടെ വസ്ത്രത്തിൽ രക്തം പുരളാതിരുന്നത് സംശയകരമെന്നുമാണ് കോടതിയുടെ നിരീക്ഷണം. എന്നാൽ ഇത് വിശദീകരിക്കാൻ കഴിയുന്ന തെളിവുകൾ ഹാജരാക്കാനും പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. ആശുപത്രിയിൽ വെച്ച് അക്രമികളെക്കുറിച്ച് പി ജയരാജൻ മൊഴി നൽകിയതായി ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആവിധം തെളിവുകളും ഫലപ്രദമായി മുന്നോട്ട് വയ്ക്കാനും പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയ വൈരാഗ്യം മൂലം ആക്രമണം നടത്തിയെന്ന കേസിൽ തെളിവുകളുടെ അഭാവമാണ് RSSകാരായ പ്രതികൾക്ക് സഹായകമായി മാറിയത്. ഈ സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നതിൽ വലിയ ദുരൂഹതകളാണ് നിലനിൽക്കുന്നത്. തന്നെ വധിക്കാൻ ശ്രമിച്ച കേസിൽ തനിക്ക് നീതി കിട്ടിയിട്ടില്ല എന്നും ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകണമെന്നുമാണ് പി ജയരാജൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കേസ് പരിഗണിക്കവേ ഹൈക്കോടതിയിൽ നിന്നും അസാധാരണ നടപടികൾ ഉണ്ടായതായാണ് ജയരാജന്റെ വാദം. ഡിസംബർ 20 കേസ് പരിഗണനയ്ക്ക് വന്നപ്പോൾ അവധിക്ക് ശേഷം പരിഗണിക്കാമെന്ന് ചൂണ്ടിക്കാട്ടി മാറ്റിവെക്കുകയായിരുന്നു. അവധിക്ക് ശേഷം ഈ കേസ് മറ്റൊരു ബെഞ്ചിലേക്ക് മാറ്റേണ്ടതായിരുന്നു. ഇതൊഴിവാക്കാനായി തൊട്ടടുത്ത ദിവസം അപ്പീൽ പരിഗണിക്കുകയും ഭാഗികമായി കേട്ടു എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇത് അസ്വാഭാവികമാണെന്നാണ് പി ജയരാജന്റെ വിശദീകരണം. RSSകാരായ പ്രതികൾ കുറ്റവിമുക്തരായ സംഭവത്തെ വലിയ രാഷ്ട്രീയ നേട്ടമായാണ് സംഘപരിവാർ BJP കേന്ദ്രങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. കണ്ണൂരിൽ ഇത് പ്രകോപനപരമായ രാഷ്ട്രീയ പ്രതികരണങ്ങളാക്കി മാറ്റാനും UDF കേന്ദ്രങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. CPMഉം BJPയും തമ്മിൽ നടത്തുന്ന അവിശുദ്ധ നീക്കുപോക്കുകളുടെ തുടർച്ചയാണ് ഈ കേസിൽ ഉണ്ടായതെന്ന വാദമാണ് UDF കേന്ദ്രങ്ങൾ ഉയർത്തുന്നത്. സമീപകാലത്ത് BJPയും CPMഉം പ്രതിസ്ഥാനത്തുള്ള പല കേസുകളും ഫ്രീസറിലായ അവസ്ഥയാണുള്ളത്. ഇരു പാർട്ടികളിലെയും ചില നേതാക്കൾ നടത്തുന്ന ഡീലുകളുടെ ഭാഗമായാണ് ഇതെന്നുമാണ് അവരുടെ വാദം. BJP നേതാക്കൾ പ്രതിസ്ഥാനത്തുള്ള കുഴൽപ്പണ കേസിന് എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും വ്യക്തമല്ല. അനന്തമായി നീണ്ടുപോകുന്ന ലാവ്ലിൻ കേസിന്റെ നാൾവഴികൾ പരിശോധിച്ചാൽ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ അടിയൊഴുക്കുകൾ വ്യക്തമാകുമെന്നും UDF നേതൃത്വം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതിനോടകം ഈ വിധം ആരോപണങ്ങൾ കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പരസ്യമായ പ്രതികരണങ്ങൾ നടത്തുന്നില്ലെങ്കിലും പി ജയരാജനോട് ആഭിമുഖ്യം പുലർത്തുന്ന വലിയ വിഭാഗം CPM പ്രവർത്തകർ ഈ സംഭവ വികാസങ്ങളിൽ അസംതൃപ്തരാണ്. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ അതിക്രമങ്ങൾ ഉണ്ടായാൽ അത് സംസ്ഥാനമൊട്ടാകെ ഇടതുമുന്നണിക്ക് പ്രതികൂലമായി മാറും. ഈ സാഹചര്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തകരെ സാന്ത്വനിപ്പിക്കാനുള്ള കഠിന ശ്രമമാണ് കണ്ണൂരിലെ CPM നേതാക്കൾ നടത്തുന്നത്. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി അണികളുടെ വികാരത്തെ തണുപ്പിക്കാനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടത്തുന്നത്.